നിർത്ത റിവേഴ്സ് എടുക്ക. അവിടെ നിന്നടാ. എവിടെ നിന്നാടാ വരുന്നേ? സാർ ജോലി ആവശ്യത്തിന് അടുത്തൊരു സ്ഥലം വരെ പോയതാ. ഇടോ ശവം. സാർ കുടിച്ചാലും അതേ സൗണ്ട്, കുടിച്ചില്ലെങ്കിൽ അതേ സൗണ്ടാണ് സാർ. എൻ്റെ പേര് ശിവന്നാ സാർ. എന്തായാലും എന്താ ശബ്ദം ഉണ്ടായ പോരെ. ഇവനെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? പാവം കണ്ടാ പാവം തോന്നുന്നു സാർ. ഭയങ്കര ക്രിമിനലാണെന്ന് തോന്നുന്നു സാർ. അങ്ങനെയാണെങ്കിൽ ഇവനെ വണ്ടി ഓക്കെ സാർ. സാർ ഞാനൊരു തെറ്റും ചെയ്യില്ല സാർ. ഞാനൊരു തെറ്റും ചെയ്യില്ല സാർ. പ്ലീസ് സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഞാൻ തന്ന വീഡിയോ മെയിൻ ന്യൂസിൽ ഇന്ന് തന്നെ വരണം, മനസ്സിലായോ? ഉറപ്പായിട്ട് ഇന്ന് തന്നെ വരണം. ശരി, വെക്കുക. SP നമുക്ക് വാക്ക് തന്നില്ലേ? എങ്ങനെ ആ വാക്ക് വിശ്വസിക്കാമോ? പറയാൻ പറ്റില്ല നാഗരാജ്. പോലീസ് നിശബ്ദരാണെങ്കിൽ അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശിവ, സാർ അവനെ വണ്ടിയെ നിറക്ക്. ശരി സാർ. ഇറങ്ങ. ജഗദീഷ്, ജഗദീഷ്, ജഗദീഷ്. ചേട്ടത്തി, റിലേഷൻഷിപ്പ്. അവനെ കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായല്ലേ? അവൻ എന്തിനാ അറസ്റ്റ് ചെയ്തിരിക്കുന്നേ? നിങ്ങളുടെ ഫാമിലി മിസ്സിംഗ് കേസിൽ മെയിൻ അക്യൂസ്ഡ് അവനാണ്. അക്യൂസ്ഡോ? ഞങ്ങൾക്ക് അയാളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് അയാളോട് സംസാരിക്കണമെന്ന്. അവനോട് നിങ്ങൾക്ക് സംസാരിക്കണം. ഇവനെന്താ പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന കല്യാണം ചേർക്കണ? അവനോട് ഞങ്ങൾക്ക് സംസാരിക്കണമെന്ന്. മെയിൻ അക്യൂസ്ഡ് നാളെ കോടതിയിൽ ഹാജരാക്കും. അവിടെ ഒന്ന് സംസാരിച്ചാ മതി. ഇടോ, അവനെ അകത്തേക്ക് കൊണ്ടു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എനിക്കൊന്നും അറിയില്ല സാർ. അയാളല്ലേ ജഗദീഷ്? അതെ. പെട്ടെന്ന് തന്നെ അഡ്വക്കേറ്റ് മേഘനെ കാണും. ചിത്രപട്ട ഗ്രാമം മിസ്സിംഗ് കേസിൽ പുതിയ വഴിത്തിരിവ്. ഈ ജഗദീഷ് സത്യത്തിൽ ആരാണ്? ഈ കേസിനും ജഗദീഷിനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? പ്രശ്നങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന ചിത്രപട്ട മിസ്സിംഗ് കേസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് NTV. പറയ് സൂര്യ, ഒരുപാട് നാളുകൂടി കാണാണല്ലോ, എന്താ കാര്യം? യെസ് മേഘന, ദുർഗയുടെ സമരത്തെ പറ്റി അറിഞ്ഞാണല്ലോ. അവരെ നിനക്കറിയോ? അറിയാം. ഞങ്ങളുടെ മീഡിയ ഫുൾ അവർക്ക് സപ്പോർട്ടാ. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയാ വന്നേ. എന്റെ സപ്പോർട്ടോ? എന്താ കാര്യം? ജഗദീഷ് ഇല്ലേ, അത് തന്നെ. ദുർഗയുടെ അനിയത്തെ സ്നേഹിച്ച പയ്യൻ CA സേതുപതി നാളെ അവനെ കോർട്ടിൽ ഹാജരാക്കാൻ പോവാ. ഈ കേസും അവരും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ദുർഗയുടെ ഫാമിലിയെ കാണാതായ ദിവസം മുതൽ അവനും മിസ്സിംഗ് ആയിരുന്നു. ജഗദീഷിന് ദുർഗയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, മേഘനെ കേസ് വക്കാലത്തെടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണമെന്ന് ചോദിക്കാനാ ഞാൻ വന്നേ. ഷുവർ, നിങ്ങൾക്കും ദുർഗയ്ക്ക് എന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഈ മിസ്സിംഗ് കേസ് തീരുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും സൂര്യ. സാർ, എനിക്ക് സമ്മതിക്ക്. മര്യാദയ്ക്ക് സമ്മതിച്ചോ? എഴുന്നേക്കണോ? എഴുന്നേക്ക. പ്ലീസ് സാർ, എനിക്കൊന്നും അറിയില്ല. പ്ലീസ് സാർ, സാർ പ്ലീസ് സാർ. ശവം ശിവയാണ് സാർ. എന്തായാലെന്താ, ഇവ മനുഷ്യനാണോ അതോ പാറയാണോ? ഇവനെ അടിച്ചടിച്ച് എന്റെ കൈ വേദനിക്കുന്നുണ്ട്.
എന്നിട്ടും സമ്മതിക്കുന്നില്ല. സാർ ഇതൊക്കെ ഇവനെ അടിച്ച വടിയാണോ? അയ്യോ, ഓ ബോഡി നല്ല സ്ട്രോങ് ആണല്ലോ. ബൂസ്റ്റ് വല്ലതും കുടിച്ചോ അനിയ? ഏയ്, അതിന് ഞാൻ അടിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ റിയാക്ഷൻ തന്നല്ലോ സാർ. വർത്താനം പറയാതെ കുറച്ച് ഐസ് എടുത്തോണ്ട് വാ. സാർ ഐസിട്ട് അടിക്കാറില്ലല്ലോ. ഇവാ, ഓ മനസ്സിലായി, ഇവൻ ഐസ് ഇടാനാണല്ലേ. ഇന്ന് ഇവന്റെ കാര്യം പോക്കാം. സമ്മതിക്കടാ. സമ്മതിച്ച 10-12 കൊല്ലം നിനക്ക് ജയിൽവാസം കിട്ടും. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് സന്തോഷമായിട്ട് കഴിയാം. സമ്മതിക്കണം. സാർ ഐസ് റെഡി. ഇവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഐസ് എടുത്തിട്ട് അവിടെ തന്നെ വെക്ക്. സാർ ഇത് വൃശ്ചിക മാസമാണ്. എൻ്റെ ഭാര്യ അവിടെ ഇവിടെ ഒന്നും തൊടാൻ പാടില്ലെന്നാ പറഞ്ഞേക്കുന്നത്. എടോ, താനെന്താ അമ്പലത്തിലെ പൂജാരിയാ? ആ. നീ ഇട്ടിരിക്കുന്നത് കാക്കിയാ. ആ പറഞ്ഞ പോലെ ചെയ്യാം. ചെയ്യണോ സാർ? ശിവാ. ശരി ശരി. അന്യ ഒന്ന് സഹകരിച്ചാൽ സ്മൂത്തായിട്ട് കാര്യം നടക്കും. മറച്ചിട്ടോ. ഇനിയിട്. സർ, ഇത് വളരെ മോശമാണ് സർ. നിർബന്ധിച്ച് അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുന്നത്. സിൻസിയർ പോലീസ്. നിന്റെ ആ സിൻസിയാരിറ്റി എടുത്ത് പൊതിഞ്ഞ് പോവിടുന്ന്. ശവം സാർ ശിവയാ സാർ. എന്തായാലും എന്താ, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുക. ഇവൻ സമ്മതിക്കുന്നത് വരെ നീ റെസ്റ്റ് എടുക്കാൻ പാടില്ല. ശരി സാർ. നിങ്ങളുടെ ഭാഗത്ത് വാദിക്കാൻ ഏതെങ്കിലും വക്കീലുണ്ടോ? യെസ് യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. യുവർ ഓണർ, CA സേതുപതി വിചാരണ ചെയ്യാൻ എന്നെ ഈ കോടതി അനുവദിക്കണം. യെസ്. നമസ്കാരം സാർ. നിങ്ങൾ ജഗദീഷിനെ എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്? എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? 2 ദിവസം മുൻപ് ചിത്തിരപ്പട്ട ഗ്രാമത്തിനടുത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹമാണ് ആ 3 പേരുടെ മിസ്സിങ്ങിന് കാരണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മിസ്സായ 3 പേരില് വിജയാന്ന് പേരുള്ള പെണ്ണിനെ ഇവൻ പ്രേമിക്കുന്നുണ്ട്. അവര് മിസ്സായ ആ ദിവസം തന്നെ ഇവനും മിസ്സായിരുന്നു. ഇവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചു, ബട്ട് നോ യൂസ്. അപ്രതീക്ഷിതമായി ചിത്തിരപ്പട്ട ഗ്രാമത്തിൽ വെച്ച് ഇവൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോഴാണ് യാദൃച്ഛികമായി ഞങ്ങളുടെ കയ്യിൽപ്പെട്ടത്. ഉടനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് ചോദിച്ചു. നിങ്ങളുടെ ഇൻട്രോഗേഷനിൽ അദ്ദേഹം സത്യം പറഞ്ഞിരുന്നോ? തെറ്റ് ചെയ്ത ആരെങ്കിലും ഞാനാണ് കുറ്റവാളി എന്ന് സമ്മതിക്കുമോ മാഡം? അതുപോലെ തന്നെ ഇവനും സമ്മതിച്ചില്ല. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. നിങ്ങൾക്കിനി പോവാം. താങ്ക് യു. നിങ്ങൾ വിജയെ എത്ര വർഷമായിട്ട് പ്രണയിക്കുന്നുണ്ട്? 2 വർഷമായിട്ട്. ഈ കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിലറിയോ? അറിയാം. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. യുവർ ഓണർ, എന്റെ കക്ഷി ജഗദീഷിന്റെ പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർക്ക് അറിയാം. ഇദ്ദേഹത്തിന് ആ കുടുംബത്തെ തട്ടിക്കൊണ്ടു പോകേണ്ട യാതൊരു ആവശ്യങ്ങളുമില്ല. പോലീസ് സംശയാസ്പദമായി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ എന്റെ കക്ഷിക്ക് ഈ സംഭവത്തിൽ യാതൊരു ബന്ധവും ഇല്ല. ദയവായി ജഗദീഷിനെ നിരപരാധിയായി കണ്ട് വെറുതെ വിടണമെന്ന് കോടതിയോട് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മിസ്റ്റർ ചക്രപാണി, എനി ക്രോസ് എക്സാം? യെസ് യുവർ ഓണർ. യുവർ ഓണർ, കുറ്റം ആരോപിക്കപ്പെട്ട ജഗദീഷിനെ വിചാരണ ചെയ്യുവാനുള്ള അനുവാദം തരണം. പെർമിഷൻ ഗ്രാൻഡഡ്. മിസ്റ്റർ ജഗദീഷ്, അവസാനമായി വിജയെ നിങ്ങൾ എപ്പോഴാണ് കണ്ടത്? മിസ്സായ ദിവസം രാവിലെ കാണാനിരിക്കുകയായിരുന്നു. മീറ്റ് ചെയ്തിരുന്നു. നിങ്ങളോടാണ് ചോദ്യം. നിങ്ങൾ കണ്ടിരുന്നുവോ ഇല്ലയോ? നിങ്ങൾ വിജയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു, അതോ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചു? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. ആ അമ്മയെയും മക്കളെ നിങ്ങൾ എന്ത് ചെയ്തു? പണത്തിന് വേണ്ടി കടത്തിക്കൊണ്ടുപോയോ? റെഡ് ലൈറ്റ് ഏരിയയിൽ വിറ്റോ?
അതോ ഗാങ് റേപ്പ് നടത്തി കൊന്നോ? എന്തു ചെയ്തു? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇദ്ദേഹം എന്റെ കക്ഷിയോട് സൈക്കോയോട് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു. അദ്ദേഹം ആത്മാർത്ഥമായ പ്രണയിച്ചത്. പ്രണയം സമ്മതിച്ച ശേഷം എന്റെ കക്ഷിക്ക് റേപ്പ് ചെയ്യേണ്ടതോ കൊലപ്പെടുത്തേണ്ടതോ ആയ ആവശ്യമില്ല. കൺട്രോൾ യുവർ സെൽഫ് മേഘ്ന. സോറി യുവർ ഓണർ. താങ്ക് യു യുവർ ഓണർ. എന്നും നമ്മൾ പലതരം വാർത്തകൾ കേൾക്കുന്നു. കാമുകൻ തന്നെ പെണ്ണിനെ വിശ്വസിപ്പിച്ച് കടത്തിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത് പെൺകുട്ടിയോ കൊന്നുകളഞ്ഞു എന്നുള്ള വാർത്തയും കേൾക്കാറുണ്ട്. ഇവനത് ചെയ്തിട്ടില്ല എന്ന് എന്താണ് ഉറപ്പ്? യുവർ ഓണർ, പോലീസ് ചോദ്യം ചെയ്തപ്പോഴും ഇവൻ വാ തുറന്നില്ലെങ്കിൽ എന്തുമാത്രം പ്ലാൻഡ് ആണ്, എന്തുമാത്രം ധൈര്യത്തിലാ ആ 3 പേരെ കൊന്നുകളഞ്ഞതെന്ന് ഇതിനാൽ തന്നെ വ്യക്തമാണ്. യുവർ ഓണർ, അത്രമാത്രം ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞ ഇവനെ തക്കതായ ശിക്ഷ നൽകുവാൻ ഈ കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ജഗദീശൻ എന്തു പറ്റി? ഒരു വാക്കുപോലും മിണ്ടുന്നില്ലല്ലോ. കോടതിക്ക് മുന്നിൽ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? മിണ്ടാതിരുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കരുത്. പറയൂ. ഈ കേസ് ഈ മാസം 18-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ചിത്രപ്പെട്ട കേസിൽ പുതിയ വഴിത്തിരിവ്. കോടതിയിൽ ഒരക്ഷരം പോലും മിണ്ടാതെ നിന്ന ജഗദീഷ്. അമ്മ മകൾ മിസ്സിംഗ് കേസിൽ ജഗദീഷിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ദുർഗയുടെ അനിയത്തി വിജയെ സ്നേഹിച്ച ജഗദീഷ് ആ 3 പേരെയും എന്തു ചെയ്തു? കൊലപ്പെടുത്തിയോ? എന്താണ് സംഭവിച്ചത്? ജഗദീഷ് മൊഴി നൽകുന്നത് വരെ എന്തു സംഭവിച്ചു എന്ന് വ്യക്തമല്ല. ഹി ഇൻസൾട്ടഡ് മീ സൂര്യ. അല്ല, അയാളുടെ ലോയർ ആയിട്ടുള്ള എന്നോട് തന്നെ സത്യം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ എനിക്ക് വാദിക്കാൻ പറ്റും? സോറി, ഇങ്ങനെ മുന്നോട്ട് പോയി കേസ് ജയിക്കാൻ പാടാ. എനിക്കും അതാ മനസ്സിലാകാത്ത മേഘന. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വാ തുറന്ന് അതങ്ങ് പറഞ്ഞൂടെ? നമ്മളൊരാവശ്യമില്ലാതെ ജഗദീശനെ രക്ഷിക്കുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. അവന്റെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ അവൻ തന്നെ അമ്മയെ അനിയത്തിമാരെ എന്തോ ചെയ്തതായിട്ട് ഡൗട്ടുണ്ട് ദുർഗ. ജഗദീഷിനെ നമുക്കൊന്ന് കാണാൻ അനുവാദം കിട്ടോ? ബുദ്ധിമുട്ടാ. അവൻ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാലേ നടന്ന സത്യങ്ങൾ അറിയാൻ കഴിയൂ. ടിവിയിൽ CA സേതുപതിയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ടല്ലോ. മേഘന, ഒന്ന് സൗണ്ട് വെച്ചേ. അർദ്ധരാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന CI സേതുപതി റോഡിനരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലിടിച്ച് തൽക്ഷണം തന്നെ മരിച്ചിരിക്കുന്നു. വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിച്ചിരുന്നു എന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിച്ചു. ആക്സിഡന്റോ അതാരെങ്കിലും അതുകൊണ്ട് തന്നെ കൊന്നതായിരിക്കും? ചിത്രപ്പെട്ട മിസ്സിംഗ് കേസിലേക്ക് ഇൻവെസ്റ്റിഗേഷനായി DCP ബോസിനെ നിയമിച്ചതായി അറിയാൻ സാധിച്ചു. മറ്റു വാർത്തകൾക്കായി കാത്തിരിക്കാം. ഇപ്പൊ ജഗദീഷ് ഉറപ്പായിട്ടും വാ തുറക്കും. നിങ്ങൾ എന്താ പറയുന്നത് സൂര്യ? ഈ ബോസ് ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസർ.